ചെറിയാൻ ഫിലിപ്പ് ഫേസ്ബുക്കിലൂടെ സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയതിന് ഗതികെട്ട് മാപ്പ് ചോദിച്ചു കഴിഞ്ഞു. എന്നാൽ ചെറിയാനെ ന്യായീകരിച്ച് അതേ പരാമർശം പലതവണ ആവർത്തിച്ച പിണറായി വിജയനും കോടിയേരിയുമൊക്കെ ഇനി മാപ്പ് പറയുമോ എന്നതാണ് ചോദ്യം. സംഗതി എന്തായാലും പണ്ടത്തെ പോലെ പിണറായി പറയുന്ന ന്യായത്തിൽ പിടിച്ച് ഊഞ്ഞാലാടാൻ സഖാക്കൾ പലരും തയ്യാറായില്ല. ഉദാഹരണത്തിന് ബേബി സഖാവ് ചെറിയാൻ ഫിലിപ്പിന്റെ ജാഗ്രത കുറവിനെതിരെ രംഗത്ത് വന്നിരുന്നു. യഥാർത്ഥത്തിൽ ചെറിയാൻ ഫിലിപ്പ് അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടായിരുന്നോ? അല്ല, അത് നമ്മൾ ചർച്ച ചെയ്ത് പരിഹരിച്ചു കഴിഞ്ഞൊരു വിഷയമല്ലേ, അങ്ങനെ തീരുമാനമായി കഴിഞ്ഞല്ലോ. താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ എല്ലാവരും നല്ല കരുതൽ പാലിക്കണം, ജാഗ്രത പാലിക്കണം. അത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ മാത്രമല്ല, മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴും കരുതൽ വേണം, ജീവിക്കുമ്പോൾ തന്നെ വേണം. ജീവിതത്തിൽ ഓരോ ചുവടും കരുതലോടുകൂടിയാണ് വെക്കേണ്ടത്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പം കരുതൽ കൂടുതൽ വേണം എന്ന് പറഞ്ഞതിനകത്ത് യാതൊരു സംശയവും. അത് വളരെ ശരിയാണ്. എന്നാൽ പിണറായി വിജയനും മറ്റും നടത്തിയ ന്യായീകരണങ്ങൾ കടുത്തുപോയില്ലേ? പരസ്പരം ചർച്ച ചെയ്തിട്ട് പൊതുവായ ഒരു അഭിപ്രായം രൂപീകരിച്ച് പറയുക അല്ല ചെയ്തിട്ടുള്ളത്. എങ്ങനെ അവരോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അതിനോട് അതാ സമയത്ത് പ്രതികരിച്ചിട്ടുണ്ട്. ആ പ്രതികരണങ്ങളിലെല്ലാം ഊന്നലിനകത്ത് ചില വ്യത്യാസങ്ങളുണ്ട്. എങ്ങനെ ചെറിയാൻ ഫിലിപ്പിനെ ന്യായീകരിച്ചു എന്ന് പറഞ്ഞിട്ട് പാർട്ടിയുടെ നേതാക്കന്മാർ പറഞ്ഞതായിട്ട് പറയുമ്പോൾ ചെറിയാൻ ഫിലിപ്പ് സ്ത്രീകളെ അധിക്ഷേപിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഒന്നും പറയുന്നയാളല്ല എന്നാണ് സഖാവ് പിണറായി കോടിയേരിയും പറഞ്ഞത്. ഞാനും ഒക്കെ അഭിപ്രായക്കാരനാണ്. ചെറിയാൻ വളരെ സഭ്യമായി സംസാരിക്കുന്നയാൾ, മര്യാദയോടുകൂടി സംസാരിക്കുന്നയാളാണ്. എങ്ങനെ അദ്ദേഹം വിചാരിക്കാത്ത അർത്ഥം ഉണ്ടാവും തരത്തിൽ ഭാഷാപ്രയോഗത്തിലുള്ള അദ്ദേഹത്തിന്റെ ജാഗ്രതക്കുറവ് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അത് അദ്ദേഹം തന്നെ മനസ്സിലാക്കി, അദ്ദേഹം അത് ഖേദം പ്രകടിപ്പിച്ചു. ആ പ്രശ്നം അവസാനിച്ചു കഴിഞ്ഞു. എന്നാലും ഒരു ഇടതു സഹയാത്രികൻ അങ്ങനെ പറയാൻ പാടുണ്ടായിരുന്നോ? ഇനി അഥവാ ഉള്ളിൽ ഉണ്ടെങ്കിലും ഇത്രയും സ്ത്രീവിരുദ്ധത പരസ്യമായി പ്രകടിപ്പിക്കാമോ? നമ്മളെയൊക്കെ ചരണ്ട് നോക്കിയാൽ പുരുഷാധിപത്യ ബോധം നമ്മുടെയൊക്കെ തൊലിയുടെ അടിയിലുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും തൊലിയുടെ അടിയിലുണ്ട്. നമ്മളെല്ലാം തെറ്റായ ഒരു സമീപനം ഒരാൾ പ്രകടിപ്പിക്കുന്നു എന്നുള്ളൊരു ഉദാഹരണമായിട്ട് എന്താ പറയുക? ചിറ്റമ്മ നയം എന്നാ പറയുക. ശരിയായ പ്രയോഗമാണ്, സ്ത്രീവിരുദ്ധമായ പ്രയോഗമാണ്. ചിറ്റമ്മയ്ക്ക് മാത്രമേ ഉള്ള കുഴപ്പം അല്ല. അതുപോലെ ജാത്യാലുള്ളത് തൂത്താൽ പോകുമോ എന്ന് നമ്മൾ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ തികച്ചും സാമൂഹ്യശാസ്ത്രപരവും മനുഷ്യശാസ്ത്രപരവുമായി പരിശോധിച്ചാൽ തെറ്റാണ്. അങ്ങനെ എന്തെങ്കിലും ജാതീയമായ സ്വഭാവം ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. കാക്ക കുളിച്ചാൽ കൊക്കാകുമോ എന്നുള്ള ചൊല്ലുണ്ട്. അസംബന്ധമല്ലേ അത്? കാക്ക കുളിച്ചാൽ കാക്കയായിരുന്നാൽ പോരെ, വൃത്തിയായിട്ടുള്ള കാക്കയായിരുന്നാൽ പോരെ. കാക്ക നീ ഞങ്ങളെ സ്നേഹിക്കലും കാക്കണം സ്വാതന്ത്ര്യം എന്നറിവോൾ എന്ന് പറഞ്ഞ് വൈലോപ്പിൽ എഴുതിയിട്ടുണ്ടല്ലോ. ചീത്തകൾ കുത്തി വലിക്കുകയും ഏറ്റവും വൃത്തി വെടിപ്പെഴുന്നുള്ളൂ. അപ്പോൾ സമ്പൂർണ്ണ ശുചിത്വ പദ്ധതി നടപ്പാക്കിയത് ആദ്യം കാക്കയാണ്. പക്ഷെ കാക്കയെ, കറുപ്പിനെ നമ്മൾ മോശമായിട്ടാണ് ചിത്രീകരിക്കുന്നത്. അപ്പം നമ്മുടെ ഇത്തരത്തിലുള്ള ബോധമാണ് നമ്മൾ തിരുത്തേണ്ടത്. നമ്മളിലെല്ലാം പുരുഷാധിപത്യപരമായ പ്രവർത്തനമുണ്ട്. സഖാക്കൾക്ക് കൂടി ബോധ്യമാകാൻ അതിനൊരു ഉദാഹരണം വേണം. വീട്ടിൽ നമ്മൾ ഇന്ന് മടങ്ങിച്ചെന്ന് കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചിട്ട് പാത്രം അവിടെ വെച്ചിട്ട് പോകും. അടുക്കളയിൽ കൊണ്ടുപോയാൽ പാത്രം ഒന്നും വെക്കുക പോലും ഇല്ല പലരും. അപ്പോൾ വീട്ടിലെ ജോലി നമ്മൾ ആരെങ്കിലും വിഭജിച്ചെടുത്ത് ഭാര്യയുടെ ജോലി ഭാരത്തിൽ കുറവ് വരുത്താൻ തയ്യാറാവുന്നുണ്ടോ? ഇല്ല. നമ്മളെല്ലാം പുറത്ത് വലിയ മാന്യന്മാരായി തുല്യതയെക്കുറിച്ചും സ്ത്രീ മോചനത്തെക്കുറിച്ചും സംസാരിക്കും. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പുരുഷൻ മുതലാളിയും സ്ത്രീ കൂലിപ്പണിക്കാരിയും. പണ്ട് എംഗൽസ് എഴുതിയതാണ്. അതാണ് നമ്മൾ ഇപ്പോഴും പിന്തുടരുന്നത്. കേരളത്തിലും അതാണ് സ്ഥിതി. ഇതിൻ്റെ തികട്ടിവരലാണ് നമ്മളിൽ നിന്നെല്ലാം ചിലപ്പോൾ സംഭവിച്ചു പോകുന്നത്. അതുകൊണ്ട് ചെറിയാൻ ഫിലിപ്പിനെ മാത്രം കുറ്റം പറയണ്ട. നമ്മൾക്കൊക്കെയുള്ള ഒരു രോഗം അദ്ദേഹത്തിന്റെ ജാഗ്രത കുറവുകൊണ്ട് പുറത്തു വന്നു പോയതാണ്. അതുകൊണ്ട് ചെറിയാച്ചന്മാർ എല്ലാവരുടെ ഉള്ളിലും ഉണ്ട് എന്നത് ഒരു പ്രശ്നപരിഹാരമല്ല. ഉള്ളിലെ ചെറിയാച്ചനെ മാറ്റിയെടുക്കാനുള്ള പാകത നേടിയെടുക്കുക എന്നതാണല്ലോ പരിഷ്കൃത സമൂഹത്തിന്റെ ലക്ഷണം. ഇതിനായുള്ള അവധാനത ഇനിയുള്ള കാലമെങ്കിലും കാണിക്കുമെന്ന പ്രതീക്ഷയോടെ അടുത്ത ഇടവേളയിലേക്ക്. അത് കഴിഞ്ഞ് രാംലീല. Ha 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 ha!